മൂന്നാം ലോകമഹായുദ്ധം പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു എന്ന് റഷ്യൻ ചിന്തകൻ ദിമിത്രി ട്രെനിൻ. ഉക്രൈനുമായുള്ള യുദ്ധത്തിലൂടെ റഷ്യ അവസാനിപ്പിക്കുക എന്നതാണ് യുഎസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽക്കെയുള്ള നാറ്റോയുടെയും ലക്ഷ്യമെന്നും അതിനെതിരെ പ്രതിരോധിക്കാൻ റഷ്യയുടെ പക്കൽ ആണവായുധങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അതോടെ ഇത് മൂന്നാം ലോക യുദ്ധമായി മാറുമെന്നും ഇന്റർനാഷണൽ ചിന്തകനായ ദിമിത്രി ട്രെനിൻ പറയുന്നു. ഈ യുദ്ധം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമല്ല, പകരം റഷ്യയെ ഉക്രൈനെ മുൻനിർത്തി ഇല്ലാതാക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ദിമിത്രി ട്രെനിൻ പറയുന്നത്. റഷ്യയെ ആത്യന്തികമായി തകർക്കുക എന്നത് തന്നെയാണ് യുഎസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ലക്ഷ്യം. പാശ്ചാത്യ രാജ്യങ്ങളുമായി പോരാടാൻ റഷ്യയ്ക്ക് സൈനിക ശക്തി മാത്രം പോരാ, റഷ്യൻ ജനതയുടെ ഒറ്റക്കെട്ടായ പിന്തുണ കൂടി വേണം. ഈ യുദ്ധത്തിൽ നിന്നും നാറ്റോയെയും അമേരിക്കയും പിന്തിരിപ്പിക്കാൻ റഷ്യയ്ക്ക് കൈമുതലുള്ളത് ആണവ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രമാണ്. നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടം വന്നാൽ റഷ്യ ഇത് പ്രയോഗിച്ചാൽ അത് വലിയ നാശത്തിലേക്ക് ലോകത്തെ എത്തിക്കും. ദിമിത്രി ട്രെനിൻ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധത്തിലൂടെ കീഴടക്കിയ രാജ്യങ്ങളുടെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കുക എന്നത് അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ശക്തികളുടെ ലക്ഷ്യമാണെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. റാഖ്ലേത് ഉൾപ്പെടെയുള്ള എണ്ണ നിക്ഷേപം തീർന്നാൽ റഷ്യയുടെ എണ്ണക്കലവറയും പ്രകൃതിവാതക കിണറുകളും പാശ്ചാത്യ ശക്തികൾ റഷ്യയെ റൌഡിയായി ചിത്രീകരിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ രീതികളും റഷ്യയെ വീഴ്ത്താനുള്ള ഒരു വലിയ അജണ്ട സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ്. റഷ്യയെ സാമ്രാജ്യത്വ വികസന മോഹിയായി ചിത്രീകരിക്കുക, പുടിനെ വലിയ തെമ്മാടിയായും സമാധാനത്തെ നിരന്തരം തള്ളിക്കളയുന്ന വ്യക്തിയായും ഒക്കെ ചിത്രീകരിക്കുന്നതൊക്കെ ഈ ഗൂഢ അജണ്ടയുടെ പിന്നിലുള്ള കാര്യങ്ങളാണ്. വർഷങ്ങളായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ യൂറോപ്പിലുടനീളം അവരുടെ സ്വാധീനം ക്രമാനുഗതമായി വികസിപ്പിച്ചു വരികയായിരുന്നു. അതിന്റെ ഭാഗമായാണ് നാറ്റോ പോലുള്ള സൈനിക സഖ്യങ്ങളെ റഷ്യയുടെ അതിർത്തികളിലേക്ക് അപകടകരമായ വിധം വിന്യസിച്ചത്. അതേസമയം ഇത് മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതല്ല. സുരക്ഷാപരമായ ആശങ്കകൾ അവിടെ ഉയർത്തിയതോടൊപ്പം അവരുടെ സ്വത്വത്തിനു മേലുള്ള കടന്നുകയറ്റം ആ രാജ്യങ്ങളെ വലിയ തോതിലുള്ള അസന്തുലിതാവസ്ഥയിലേക്കാണ് നയിച്ചത്. ദീർഘകാലമായി ഈ കടന്നുകയറ്റ ശക്തികൾ അവരുടെ സാമ്പത്തിക സാംസ്കാരിക മൂല്യങ്ങൾ ഈ രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പ്രത്യാഘാതം എന്നോണം വളരെ കാലമായി തുടരുന്ന ഈ സംഘർഷങ്ങൾ അതിന്റെ മൂർധന്യത്തിലെത്തിയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നതിനു പിന്നിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ആഗോള വ്യാപാരം, നയതന്ത്രം, സാങ്കേതിക വിദ്യ എന്നിവയിൽ നിന്ന് റഷ്യയെ പൂർണ്ണമായും ഒഴിവാക്കണം, ഒരുതരം വിധേയത്വത്തിലേക്ക് നയിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനായി റഷ്യയെ പലവിധത്തിൽ ഉപരോധിക്കുക, സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുക തുടങ്ങിയ ക്യാമ്പയിനുകളെല്ലാം ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. റഷ്യയെ അടിസ്ഥാനപരമായി അസ്ഥിരപ്പെടുത്തി ആഗോള പങ്കാളിത്തങ്ങളിൽ നിന്നും അകറ്റി ദേശീയ താൽപര്യങ്ങൾ പോലും സംരക്ഷിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് ഒന്നുമല്ലാതാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണിതെല്ലാം. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമായാണ് ട്രെനിൻ വിലയിരുത്തുന്നത്. സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പരിഹരിക്കപ്പെടാതെ ഉക്രൈൻ റഷ്യ സംഘർഷം നീണ്ടുപോവുകയാണ് എങ്കിൽ അത് ഉക്രൈന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചേക്കും. നാറ്റോ ഇടപെടലിനുള്ള സാധ്യതയും റഷ്യൻ പ്രദേശങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളുടെ സാധ്യതയും അവഗണിക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ ആഗോളതലത്തിൽ അതിന്റെ പ്രത്യാഘാതവും ഗുരുതരമായിരിക്കും. ആസന്നമായി കൊണ്ടിരിക്കുന്ന അത്തരമൊരു ദുരന്തം തടയാൻ റഷ്യ ആശ്രയിക്കുന്നത് റഷ്യയുടെ ആണവ പ്രതിരോധ സംവിധാനത്തെയാണ്. ആക്രമിക്കാനുള്ള വടിയായല്ല, മറിച്ച് നിലനിൽപ്പിന് നേരെയുള്ള ഭീഷണിയെ ഏത് വിധേനയും തടയാനുള്ള മാർഗമായാണ് റഷ്യ ആണവായുധങ്ങളെ കാണുന്നത്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാന യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടാനുള്ള പ്രധാന കാരണവും ആണവായുധങ്ങൾ തന്നെയാണ്. ആണവ സന്തുലിതാവസ്ഥ ഇന്നും ഒരു സുപ്രധാന ഘടകമാണെന്ന് ദിമിത്രി ട്രെനിൻ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.